ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പയർ തോരൻ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാൻ പോകും. പയർ തോരൻ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് വേറൊരു ട്രിക്ക് കാണിച്ചു തരാം. നമുക്കിതുപോലെ നീളത്തിലുള്ള ഈ പയർ എങ്ങനെ അരിയാമെന്ന് നോക്കാം. തോരന് വേണ്ടിയിട്ട് വളരെ ചെറുതായിട്ട് വേണം അരിയാൻ. അപ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇതുപോലെ അരിയാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നവർക്ക് ഉള്ളൊരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ പയറെടുക്കാം. എനിക്കും ഇതുപോലെ തോരൻ അരിയാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ പയറെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എല്ലാ പയറും രണ്ടറ്റവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കഴുകി എടുക്കണം. ഇത് ഓരോന്നും നന്നായിട്ട് നോക്കി തന്നെ എടുക്കുക. എന്തെങ്കിലും പുഴുവൊക്കെ കുത്തിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൊക്കെ പറ്റിയിരിക്കുന്നതാണോ എന്നൊക്കെ നല്ലതായിട്ട് നോക്കി വൃത്തിയായിട്ട് ഇത് കഴുകിയെടുക്കണം. നമുക്ക് ഇതിപ്പോൾ നല്ലതായിട്ട് കഴുകി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 3 റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പയർ റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് ടൈറ്റാക്കി വെക്കാം. അപ്പം അതിനായിട്ട് ഒരു സൈഡ് ഒരേപോലെ ആക്കി പിടിക്കാം. ഇതുപോലെ എല്ലാം ഒരേ ഇതിൽ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ രണ്ട് ചുറ്റിട്ടാൽ മതി. ടൈറ്റാക്കി വെക്കാം. അതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒന്നുകൂടെ ഒരു റബ്ബർ ബാൻഡ് കൂടെ ഇടാം. ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന പയറിൻ്റെ ലെങ്ത് അനുസരിച്ച് വേണമെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് കൂടി ഇടാം. ഞാനിപ്പോൾ 2 ഇട്ട് വെച്ചിട്ടുള്ളൂ. ഈ റബ്ബർ ബാൻഡ് കുറച്ചുകൂടി നമ്മൾ ഈ ടിപ്പിനോട് ക്ലോസ് ആക്കി വെക്കാം. ഓക്കെ, ഇനി ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. നോക്കണേ, ഞാനിത് അരിഞ്ഞ് കാണിക്കാം. നമ്മൾ അരിഞ്ഞ് റബ്ബർ ബാൻഡിൻ്റെ അടുത്തോട്ട് ആവാറാകുമ്പോഴത്തേനും റബ്ബർ ബാൻഡ് ഒന്ന് നീക്കി കൊടുത്താൽ മതി. അരിഞ്ഞെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ സാധാരണ നിങ്ങളെങ്ങനെയാണ് തോരൻ അരിയുന്ന ആ ഒരു സൈസിനനുസരിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഇനി നമുക്കിത് കുറച്ച് പുറകോട്ട് നീക്കി വെച്ചാൽ മതി. പിന്നെയും ഇത് ആ ഒരു ടിപ്പിൻ്റെ അവിടെ ആകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, റബ്ബർ ബാൻഡ് ക്ലോസ് ആകുമ്പം ഇങ്ങോട്ട് പുറമോട്ട് മാറ്റണം. ഇല്ലെങ്കിൽ അറിയാതെ നമ്മൾ റബ്ബർ ബാൻഡ് കൂടെ അരിഞ്ഞു പോകും. അങ്ങനെ ആവരുത്. അപ്പോൾ ഈ പുറകിലത്തേതും കുറച്ച് ഇങ്ങോട്ട് നീക്കുക, ഇതും കുറച്ച് പുറകോട്ട് മാറ്റുക. അപ്പം നമ്മൾ മുഴുവനും അരിഞ്ഞെടുത്തു. വളരെ പെട്ടെന്നാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ പയറൊന്ന് ടൈറ്റാക്കി വെച്ചാൽ നല്ല വൃത്തിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. വേഗത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും.
അപ്പോൾ ഇനി നമുക്കിത് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ഞാനിതിൽ വറ്റൽമുളക് ഇടുന്നില്ല, പകരം തേങ്ങ ചതയ്ക്കുന്ന കൂടത്തിൽ ഞാനൊരു പച്ചമുളക് ചതച്ചെടുക്കുന്നുണ്ട്. നമുക്കിനി പയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേവണം. ഈ പയർ വേവിച്ചിട്ട് വേണം അതിലോട്ട് തേങ്ങ ഇടാനായിട്ട്. അപ്പം അതിനായിട്ട് നമുക്ക് ഇത് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പയർ കുഴഞ്ഞു പോകും കിടന്ന്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം വെള്ളം. നമുക്കിനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇതൊന്ന് വേവട്ടെ. ഇതിനകത്ത് ചതച്ച് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര പയറാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം തേങ്ങ എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത്രയും പയറിന് ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങയുടെ കൂടെ ഞാൻ 3 വെളുത്തുള്ളി ചതയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചതയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു പച്ചമുളക് കൂടി ഇട്ട് ചതയ്ക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാം, എരിവിനനുസരിച്ച് കൂട്ടാം. ഞാനിപ്പം ഇത്രയും പയറിന് ഈ ഒരു പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചതച്ചെടുത്താൽ മതി, അരയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പയർ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇങ്ങനെ പയർ വെന്തിട്ടുണ്ടോ എന്നറിയാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കിയാൽ മതി. ഇതിപ്പോൾ പയർ വെന്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ചതിൻ്റെ കുറച്ചുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തീ കൂട്ടി വെക്കുവാണ്. അടച്ച് വെക്കുന്നില്ല, തീ കൂട്ടി വെച്ച് വെള്ളം പറ്റുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം. എപ്പോഴും വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നന്നായിട്ട് ഇത് കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു തോരൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തേങ്ങ ഇടാം. ഇനി നമുക്കിതിന് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണം. അപ്പോൾ ഇതിന് ഉപ്പ് ഇച്ചിരി കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ ഞാൻ ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവർക്കും പയർ അരിയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും പയർ ഒന്നിച്ച് കൈ പിടിച്ചിട്ട് ഇതുപോലെ തോരന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പയർ എങ്ങനെയാണ് നല്ല വൃത്തിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തോരൻ വെക്കുമ്പം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് വേവിക്കാം. വെന്തിട്ട് തീ കൂട്ടി വെച്ച് ആ വെള്ളം നന്നായി പറ്റിക്കഴിയുമ്പോൾ മാത്രം തേങ്ങ ചേർക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒട്ടും കുഴയാതെ നല്ല പയർ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.